നമ്മളുടെ മിക്കവരുടെ വീടുകളിൽ നിറയെ ചാമ്പങ്ങ പൂത്ത കാലമാണല്ലേ. ഈ ചാമ്പങ്ങ കൊണ്ട് നല്ല കൊത്തി കയറുന്ന കടുമാങ്ങ തോറ്റുപോകുന്ന അച്ചാറുണ്ടാക്കിയാലോ. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക, അതിനുശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് 2 or 3 പ്രാവശ്യം കഴുകിയെടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടേ? ഇനി അതിൻ്റെ തലഭാഗവും പാൽഭാഗവും ഇതുപോലെ മുറിച്ച് മാറ്റുക. പിന്നെ കത്തി ഇങ്ങനെ കയറ്റി ഇറക്കി അതിൻ്റെ നടുവെയുള്ള നമ്മുടെ ആ സീഡ്, ആ കുരു അതുപോലെ ഫുള്ളായിട്ട് അങ്ങ് നീക്കം ചെയ്യുക. ഈ കുരു നമുക്ക് ഔഷധ ഗുണത്തിനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കത് അവിടെ നിൽക്കട്ടെ. ഇനി ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യുക. കുനുകുനാന്നിങ്ങനെ അരിയുക. നമ്മുടെ കടുമാങ്ങയൊക്കെ ഇടില്ലേ, അതുപോലെ കുനുകുനാന്നിങ്ങനെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിടാം. ഇനി അരിഞ്ഞെടുത്ത ഈ ഒരു ചാമ്പങ്ങ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മിക്സുകൾ ചേർക്കാം അല്ലേ. നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ആദ്യം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 2 സ്പൂൺ മുളക് പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ അതുപോലെ തന്നെ ഉലുവപ്പൊടി, പിന്നെ ഒരു നുള്ള് കായപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി അതിന് ശേഷം ഒരു സ്പൂണിൻ്റെ ആ ഒരു മൂട് ഭാഗം കൊണ്ട്, ആ പിടിയുടെ ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ കൊണ്ട് ഇളക്കണ്ട, കാര്യം നമ്മളിത് പച്ചയ്ക്കാണ് ഇടുന്നത്. ഇനി പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു 3 or 4 മണിക്കൂറിന് ശേഷം, ഇതിപ്പോൾ ഞാൻ തലേ ദിവസമാണ് അരിഞ്ഞ് വെച്ച് ഇതുപോലെ കൂട്ടിയിട്ട് വെച്ചിരുന്നത്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. പക്ഷെ എന്നാലും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, കൂടുതൽ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാ ചീനച്ചട്ടി ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത്. ചീനച്ചട്ടി വെച്ച് നമ്മളുടെ സ്വർണ്ണം നല്ലെണ്ണ അതും അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം മാത്രം മതി. നല്ലെണ്ണ ഇങ്ങനെ കുളിച്ച് നിൽക്കണമെന്നോ അല്ലെങ്കിൽ എണ്ണയിൽ കുളിച്ച് നിൽക്കണമെന്നോ ഒന്നുമില്ല. ഒരിച്ചിരി ഒന്ന് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മുടെ സാധാ കടുമാങ്ങ അച്ചാറൊക്കെ ഇല്ലേ, അതേപോലെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, 1 ടീസ്പൂൺ കടുക്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് വാട്ടി 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതൊന്ന് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കറിവേപ്പിലയുടെ ആ വെള്ളം, ജലാംശം എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് നമ്മളുടെ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ചാമ്പങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് പുറത്തോട്ട് നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിന് തന്നെ ആവശ്യത്തിന് പുളിയുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒരു 5 minutes നേരം ഒന്ന് ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. 5 minute തന്നെ വേണമെന്നില്ല. അപ്പോൾ ഒരു 1 minute കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം ആ ഒരു പച്ച മണമൊന്നും മാറാൻ, ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രം. മാക്സിമം പോയാൽ ഒരു 5 minutes തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാം കൂടെ ചേർത്ത് 5 minutes അത്രയും മതി. വീണ്ടും അതുപോലെ നമുക്ക് വെച്ചേക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 5 minutes ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി ഒന്ന് പരുവത്തിനാക്കി എടുക്കാം. നല്ല അടിപൊളി നമുക്ക് ഇപ്പോൾ കൂട്ടി നോക്കിയിട്ടുണ്ടല്ലോ, നമ്മളുടെ കടുമാങ്ങ, നമ്മൾ കല്യാണത്തിന് സദ്യക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും സദ്യക്ക് നമ്മൾ വെക്കുന്ന കടുമാങ്ങ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നേർച്ചയുടെ ഒക്കെ കൂടെ പള്ളിയിലും അമ്പലത്തിലൊക്കെ കിട്ടുന്ന കണക്കത്തെ ആ ഒരു കടുമാങ്ങ ഉണ്ടല്ലോ, അതേ ടേസ്റ്റാണ്. ആ കടുമാങ്ങ തോറ്റുപോകും ഈ ഒരു ചാമ്പങ്ങ അച്ചാറിൻ്റെ മുന്നിൽ. അപ്പം നിങ്ങളുടെ വീടുകളിലും ചാമ്പങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വെളിയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മാത്രം മതി പൂത്തോ ഇല്ലയോ എന്ന്. അപ്പം വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും